തിരൂരങ്ങാടി സബ് ആർടി ഓഫീസിൽ ഉദ്യോഗസ്ഥനല്ലാത്തയാൾ ജോലി ചെയ്യുന്ന വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടതിന് പിന്നാലെ നടപടിയുമായി ഗതാഗത കമ്മീഷണർ. ഉടൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. പ്രതിഷേധവുമായി യുവജന സംഘടനകൾ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മീഡിയ വൺ ഇംപാക്ട്. രാവിലെ മീഡിയ വൺ വാർത്ത പുറത്തുവിട്ടതിനു പിന്നാലെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വാർത്ത പുറത്തുവന്ന മണിക്കൂറുകൾക്കകം തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ്, മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ CVM ഷരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി ജോയിന്റ് RT ഓഫീസിലെത്തി പരിശോധന നടത്തി. ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിച്ച വിവരങ്ങൾ ശേഖരിച്ചു. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തുവന്നു. മുഖ്യമന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും യൂത്ത് ലീഗ് പരാതി നൽകി. 10 വർഷത്തോളം ഒരു വ്യാജൻ ഈ ഒരു ഓഫീസിൽ ജോലി ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തതുമായൊരു വാർത്തയാണ്. തീർച്ചയായും അത്തരമൊരു സംഭവം പുറത്തു കൊണ്ടുവന്ന മീഡിയ വണ്ണിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ആ വാർത്ത കണ്ട ഉടനെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും അതേപോലെ വിജിലൻസിനും ട്രാൻസ്പോർട്ട് മന്ത്രിക്കും മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി നൽകിയിരുന്നു. മലപ്പുറം വിജിലൻസ് DYSP ഫിറോസ് M ഷഫീഖിന്റെ നേതൃത്വത്തിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ വൺ, തിരൂർ.